أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتفقد الطير فقال ما لي لا أرى الهدهد أم كان من الغائبين لأعذبنه عذابا شديدا أو لأذبحنه أو ليأتيني بسلطان مبين فمكث غير بعيد فقال أحطت بما لم تحط به وجئتك من سبأ بنبأ يقين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1272 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 20 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتفقد الطير فقال ما لي لا أرى الهدهد أم كان من الغائبين لأعذبنه عذابا شديدا أو لأذبحنه أو ليأتيني بسلطان مبين فمكث غير بعيد فقال أحطت بما لم تحط به وجئتك من سبأ بنبأ يقين. صدق الله العلي العظيم. സൂറത്തുൻ നംലിലെ 20 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സുലൈമാൻ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ പിതാവ് ദാവൂദ് അലൈഹിസ്സലാമിനെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂറത്തുൻ നംലിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് പരാമർശിക്കപ്പെടുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു അദ്ദേഹത്തിന്റെ പിതാവിന് ശേഷം ഫലസ്തീൻ ആസ്ഥാനമായുള്ള രാഷ്ട്രത്തിന്റെ അധിപനായിട്ട് അദ്ദേഹത്തെ അള്ളാഹു പിന്തുടർച്ചക്കാരനാക്കുകയും വളരെ അസാധാരണമായ പല വിശിഷ്ടതകളും കഴിവുകളും സിദ്ധികളും ഒക്കെ അദ്ദേഹത്തിന് നൽകുകയൊക്കെ ചെയ്ത കാര്യം വിവരിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിനായി ജിന്നുകളിലും മനുഷ്യരിലും പക്ഷികളിലും പെട്ട ഒരു പടുകൂറ്റൻ സൈന്യത്തെ നാം സജ്ജീകരിച്ചു കൊടുത്തു. അവയൊക്കെ വളരെ ക്രമപ്പെടുത്തിക്കൊണ്ടാണ് പ്രത്യേകം വിഭാഗങ്ങളായിട്ടാണ് അവരെ ഒരുക്കി നിർത്തപ്പെട്ടിരുന്നത് എന്ന കാര്യവും സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഒരിക്കൽ അദ്ദേഹം ഒരു ധാരാളം ഉറുമ്പുകൾ താവളമാക്കിയിട്ടുള്ള ഒരു താഴ്വരയിലൂടെ സൈന്യത്തെയുമായിട്ട് കടന്നു പോകാൻ ഇടയായപ്പോ അദ്ദേഹത്തിന്റെ ആഗമനത്തെ നിരീക്ഷിച്ച ഒരു ഉറുമ്പ് ബാക്കി ഉറുമ്പുകളോടായിട്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യവും നമ്മൾ കണ്ടു. യാ അയ്യുഹൻ നംലു ഉദ്ഖുലൂ മസാക്കിനക്കും, ഉറുമ്പുകളെ നിങ്ങൾ നിങ്ങളുടെ മാളങ്ങളിൽ പോയിട്ട് ഒളിച്ചോളൂ. ലാ യഹ്തിമന്നക്കും സുലൈമാനു വജുനൂദുഹു, സുലൈമാനും സൈന്യവും നിങ്ങളെ ചവിട്ടി ഞെരിക്കാതിരിക്കട്ടെ. വഹും ലാ യശ്ഉറൂൻ, അറിയാതെ ശ്രദ്ധിക്കാതെ അവര് നിങ്ങളെ ചവിട്ടി ഞെരിക്കാനിടയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വേഗം മാളത്തിൽ ഒളിച്ചോളൂ എന്നാണ് ഉറുമ്പുകളുടെ കൂട്ടത്തിൽ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞത്. അത് കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം അങ്ങേയറ്റത്തെ വിനയം കാണിച്ചുകൊണ്ടും യാഥാർത്ഥ്യബോധത്തോടെയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പുഞ്ചിരി തൂകിക്കൊണ്ടാണ് ഉറുമ്പുകളുടെ ആ ശബ്ദം, ആ സംസാരം കേട്ടത്. എന്നിട്ട്
അതിനെ തുടർന്ന് അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തി. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാഹു എന്ന് പറഞ്ഞുകൊണ്ട് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ എന്നൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. സമാനമായ ഒരു പ്രാർത്ഥന മറ്റൊരിടത്തും വിശുദ്ധ ഖുർആനിൽ വരുന്നുണ്ട്. അത് ഓരോ മനുഷ്യനും, വിശ്വാസിയായ ഓരോ മനുഷ്യനും 40 വയസ്സിനോട് അടുക്കുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം നടത്തിയിട്ട് പുറകോട്ടൊരു നോട്ടവും ഇനി ശേഷിക്കുന്ന കാലം എത്രയുണ്ട് എന്നതിനെ കുറിച്ച് ഒരു ആലോചനയോടുകൂടി മുന്നോട്ടൊരു നോട്ടവും നടത്തിക്കൊണ്ട് നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ രണ്ടാമതൊരിടത്ത് ഇത് പരാമർശിക്കുന്നത്. ഇവിടെ സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രത്യേകമായ അനുഗ്രഹങ്ങളും പ്രത്യേകമായി അദ്ദേഹത്തിനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്ന വിശിഷ്ടമായ കഴിവുകളും ഒക്കെ ഓർത്തുകൊണ്ട് വിനയാന്വിതനായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ മുന്നിൽ ഈ നന്ദി അല്ലെങ്കിൽ കൃതജ്ഞത ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന നിർവഹിക്കുന്നത്. അപ്പോ അതിനെ തുടർന്ന് സുലൈമാൻ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കഥാവിവരണം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ 3 ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ആ തുടർച്ചയായിട്ട് വരുന്ന ഭാഗം. വതഫഖദ ത്വയ്റ, അദ്ദേഹം തന്റെ ത്വയ്റിനെ പരിശോധിച്ചു. പക്ഷികളെ എന്ന് പറഞ്ഞാൽ പക്ഷികളിൽപ്പെട്ട സേനാനികൾ അടങ്ങിയിട്ടുള്ള ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സൈനികരായ പക്ഷികളെ, അവരുടെ ആ കമ്പനി, ആ ട്രൂപ്പിനെ സുലൈമാൻ അലൈഹിസ്സലാം നിരീക്ഷിക്കുകയും പരിശോധിക്കുകയൊക്കെ ചെയ്തു. സാധാരണ സൈനിക സംവിധാനങ്ങളുള്ള എല്ലാ സമൂഹങ്ങളിലും പതിവായി നടക്കുന്ന ഒരു കാര്യമാണിത്. ദിനേനയോ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിലോ ഒക്കെ ആയിട്ട് സൈനികരുടെ ഒക്കെ സാന്നിധ്യം ക്യാമ്പിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവരൊക്കെ ഒരു റോൾ കോളിന് വിധേയമാക്കുന്ന, എല്ലാവരെയും വിളിച്ചു ചേർത്ത് അണിനിരത്തി എല്ലാവരും ഫിറ്റാണ്, എല്ലാവരും സജ്ജരാണ് എന്നതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയ എല്ലാ സൈനിക സംവിധാനങ്ങളിലും കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു പരിശോധന സുലൈമാൻ അലൈഹിസ്സലാം തന്റെ പക്ഷിസേനയുടെ കാര്യത്തിൽ നിർവഹിച്ചു. ഫഖാല, ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മാലി ലാ അറ അൽ ഹുദുഹുദ, എന്ത് പറ്റി? ഹുദുഹുദിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എവിടെ പോയി ഹുദുഹുദ്? അം കാന മിനൽ ഗായിബീൻ, അവൻ അപ്രത്യക്ഷനായി കളഞ്ഞു എന്നതാണ് സുലൈമാൻ അലൈഹിസ്സലാം ചോദിക്കുന്നത്. അപ്പോ തന്റെ സേനയിലുണ്ടായിരുന്ന മുഴുവൻ പക്ഷി സേനാനികളെയും പരിശോധിച്ച് ഹുദുഹുദ് പക്ഷിയെ കാണാൻ കഴിയാതിരുന്നപ്പോഴാണ് സുലൈമാൻ അലൈഹിസ്സലാം ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തുന്നത്. എന്തു പറ്റി? ഈ ഹുദുഹുദിനെ എന്തു പറ്റി? അവനെ ഞാൻ കാണുന്നില്ലല്ലോ. അവന്റെ പൊസിഷനില്, ഈ സൈന്യത്തില് അവന്റെ പൊസിഷനിൽ ഹുദുഹുദിനെ കാണാനില്ല. എന്താണ് അവന് അപ്രത്യക്ഷനായത്? മാറി നിന്നത് എന്താണ്? അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് കളഞ്ഞോ? അവൻ സൈനിക സേവനം വേണ്ടാന്ന് വെച്ചിട്ട് രക്ഷപ്പെട്ട് കളഞ്ഞോ? അല്ലെങ്കിൽ മടിയനായോ? ഇവിടുന്ന് ഗായിബായി കളഞ്ഞല്ലോ. എന്താണ് സംഭവിച്ചത് എന്ന നിലക്ക്, ഒരു ആത്മഗതം എന്ന നിലക്ക് തന്നോട് തന്നെ സംസാരിക്കുന്ന വിധത്തിലാണ് സുലൈമാൻ അലൈഹിസ്സലാം ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയുന്ന ഷദീദ, അവന് ഞാൻ നല്ല വീക്ക് വെച്ചു കൊടുക്കും എന്നാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനുള്ള ഒരു വിവർത്തനാവുക. ഇത് ലഉഅദ്ദിബന്നഹു, തീർച്ചയായിട്ടും ഞാൻ അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അദാബൻ ഷദീദ, കഠിനമായ ശിക്ഷ എന്നൊക്കെയാണ് അതിന്റെ നേർക്കുനേരെയുള്ള വിവർത്തനം. ഔല അദ്ബഹന്നഹു, അല്ലെങ്കിൽ ഞാൻ അവനെ അറുത്ത് കളയും എന്നാണ് പറയുന്നത്. അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഒരു സ്വതസിദ്ധമായ ഈ പക്ഷി സൈനികരുടെ ഒക്കെ ഒരു പാറ്റേൺ എന്നുള്ള നിലക്ക് കൂടിയുള്ള ഒരു വാത്സല്യം കൂടി നിഴലിക്കുന്നതും പ്രകടമാവുന്നതുമായ ഒരു റിമാർക്കാണിത്. ശിക്ഷയും ശിക്ഷണവും വാത്സല്യവും ഒക്കെ ഒരുമിച്ച് ചേരുമ്പോ അമ്മമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ മാതാപിതാക്കളൊക്കെ പൊതുവെ കുട്ടികളോട്
അങ്ങനെ പറയുന്ന ഒരു ശൈലി നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോ അദാബൻ ശദീദ, തീർച്ചയായിട്ടും അവന് ഞാൻ നല്ല ശിക്ഷ കൊടുക്കുന്നുണ്ട്. ഔല അദ്ബഹന്നഹു, അല്ലെങ്കിൽ ഞാൻ അവനെ അറുത്ത് കളയും. ഔല യഅ്തിയന്നീ ബി സുൽത്താനി മുബീൻ, അല്ലെങ്കിൽ അവന് തക്കതായ കാരണം ബോധിപ്പിക്കണം. ഇതാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം പറയുന്നത്. അപ്പോ ഹുദുഹുദ് പക്ഷിയെ സൈനിക അണികളില് കാണാനില്ല. എന്താണ് അവന് പറ്റിയത്? അവൻ എങ്ങോട്ട് മുങ്ങിക്കളഞ്ഞു? എങ്ങോട്ടാണ് അവന് രക്ഷപ്പെട്ട് കളഞ്ഞത്? എങ്ങോട്ടാണ് അവൻ അപ്രത്യക്ഷനായത്? അവനെ ഞാൻ നല്ല ശിക്ഷ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവനെ ഞാൻ അറുത്ത് കളയും. അതുമല്ലെങ്കിൽ അവന് ശരിയായ കാരണം, മതിയായ കാരണം ബോധിപ്പിക്കണം. ഇങ്ങനെ സമയത്തിന് ഇവിടെ പരിശോധന ഉണ്ടാവുമ്പോ ആ സൈനിക അണികളിൽ ഹാജരാവാതെ രക്ഷപ്പെട്ട് കളഞ്ഞ, അല്ലെങ്കിൽ മാറി നിന്ന് അപ്രത്യക്ഷനായതിന്റെ പേരിൽ അതിന് മതിയായ ഒരു പ്രോപ്പർ എക്സ്ക്യൂസുമായിട്ട് അവന് വരണം. അതല്ലെങ്കിൽ അവനിന്ന് നല്ല പെട കിട്ടും എന്നാണ് സുലൈമാൻ അലൈഹി സ്വലാം തന്നോട് തന്നെയായിട്ട് പറയുന്നത്. ഇപ്പൊ മക്കത്ത ഗൈറ ബഈദ്, അധികം കഴിഞ്ഞില്ല, ഒട്ടും സമയം കഴിഞ്ഞില്ല, അതിന്റെ മുമ്പ് തന്നെ ഇപ്പൊ മക്കത്ത ഗൈറ ബഈദ്, ഇപ്പൊ മക്കത്ത എന്ന് പറഞ്ഞ കാത്തു നിന്നു, നീണ്ടുപോയി എന്നൊക്കെയാണ്. ഗൈറ ബഈദ്, വളരെ വിദൂരമായിട്ടൊന്നും നീണ്ടുപോയില്ല. അതിന്റെ മുമ്പ് ഫഖാല, ഈ ഹുദുഹുദ് പക്ഷി പറഞ്ഞു എന്ന് പറഞ്ഞാൽ സുലൈമാൻ അലൈഹി സ്വലാം ഇങ്ങനെ പറഞ്ഞ് ഏറെ കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ഹുദുഹുദ് അവിടെ പ്രത്യക്ഷപ്പെടുകയും ഇങ്ങനെ പറയുകയും ചെയ്തു. അഹത്തു ബിമാലം തുഹിത് ബിഹി, സുലൈമാൻ അലൈഹി ഇസ്ലാമിനോടാണ് പറയുന്നത്, താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത, താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഹുദുഹുദ് പക്ഷി പറയുന്നത്. ഇങ്ങനെയാണ്, ഞാൻ അങ്ങയുടെ അറിവിൽ പെടാത്ത ചില കാര്യങ്ങളൊക്കെ, ചില വിവരങ്ങളൊക്കെ എനിക്ക് ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ട്, എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഹുദുഹുദ് പക്ഷി പറയുന്നത്. ആരെക്കുറിച്ചാണ്? അതില് ഈ പ്രയോഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. വിമാലം തുഹിത് ബിഹി വജിഅ്തുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ, സബഅുകാരിൽ നിന്ന് ഞാൻ ചില ഉറപ്പുള്ള, ചില വളരെ കൺഫേംഡ് ആയിട്ടുള്ള വാർത്തകളുമായിട്ടാണ്, വിവരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് ഹുദുഹുദ് പക്ഷി പറയുന്നത്. അപ്പൊ ഇതാണ് ഇന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളുടെ നേർക്കുനേരെയുള്ള സാരം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം തന്റെ സൈന്യത്തെ റുട്ടീനായിട്ട്, റെഗുലറായിട്ട് സജ്ജീകരിച്ച് നിർത്തുക എന്നൊരു കാര്യം ചെയ്തിരുന്നു എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് 3 വിഭാഗത്തിൽ പെട്ട സൈനികരെയും, ജിന്നുകളിലും മനുഷ്യരിലും പക്ഷികളിലും പെട്ട സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സേവനത്തിനായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ടിരുന്ന സേനാംഗങ്ങളെ അണിനിരത്തി അവരുടെ ഏത് ഘട്ടത്തിലും സേവന സന്നദ്ധതയും സജ്ജമാണ് എന്നതും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയ സുലൈമാൻ അലൈഹി ഇസ്ലാം പതിവായി നടത്തിയിരുന്നു. അങ്ങനെ പക്ഷികളുടെ സേനാംഗങ്ങളെ പരിശോധിക്കുമ്പോഴാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഹുദുഹുദ് എന്ന മെമ്പറിനെ കാണാത്ത, ഹുദുഹുദ് പക്ഷിയെ കാണാത്ത ഒരു കാര്യം മനസ്സിലായത്. അദ്ദേഹം ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ്. ഹുദുഹുദിനെ കാണാനില്ലല്ലോ, അണികളില് കൂട്ടത്തില് ഹുദുഹുദിന്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ എന്നാണ് സുലൈമാൻ അലൈഹി സ്വലാം നിരീക്ഷിക്കുന്നത്. അപ്പൊ അദ്ദേഹം പരിശോധിച്ചപ്പോഴാണ് അത് കാണുന്നത്. അപ്പോ അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു സന്ദേഹവും ആശങ്കയും ഒക്കെ ഇങ്ങനെയാണ്. അം കാന മിനൽ ഗായിബീൻ, എന്താണ് അവനെ പറ്റിയത്? എനിക്ക് അവനെ കാണാൻ പറ്റുന്നില്ലല്ലോ. മാലീല അറ അൽ ഹുദുഹുദ അം കാന മിനൽ ഗായിബീൻ. ഈ ഹുദുഹുദ് പക്ഷി സാധാരണ നമ്മൾ മരംകൊത്തി എന്നാണ് പറയാറുള്ളത്. മുഫസ്സിറുകളൊക്കെ അതിനെ മരംകൊത്തി എന്ന നിലക്ക് മലയാളം വിവർത്തകർ അങ്ങനെ കൊടുക്കുന്നത് കാണാൻ കഴിയും. യഥാർത്ഥത്തില് മരംകൊത്തി എന്നുള്ള പക്ഷിയുടെ ചിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോ ഗൂഗിളില് ആ രൂപത്തിലല്ല ഹുദുഹുദിന്റെ ചിത്രം കാണാൻ പറ്റുന്നത്. ഹുദുഹുദ് മരംകൊത്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ആകർഷകമായ വിധത്തില് ഉയർത്താനും തിരിക്കാനും മൂവ് ചെയ്യിക്കാനൊക്കെ കഴിയുന്ന വിധത്തിൽ ഒരു കിരീടം
തലക്ക് മീതെ അണിഞ്ഞ പോലെയുള്ള ഒരു പക്ഷിയുണ്ട്. അതിന് ഇംഗ്ലീഷില് ആ ആ- ആ പക്ഷിയെ വിളിക്കുന്ന ഒരു പേര് ഹൂപ്പോ എന്നാണ്. ഹൂപ്പോ ഹൂപ്പോ പക്ഷി എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. ഒരു കിരീടത്തൂവലുകളുള്ള ഒരു പക്ഷിയാണ്. വളരെ കാണാൻ ഭംഗിയുള്ള അതിന്റെ ശിരസിന് മുകളിലുള്ള ഈ കിരീടം പോലെയുള്ള ഒരു വളരെ ആകർഷകമായ തൂവലുകൾ, അത് അതിന് വളരെ സ്വതന്ത്രമായി തിരിക്കാനും ചരിക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിലുള്ളതാണ്. വളരെ ആകർഷകമായ ഒരു, ബാക്കി പല നിലക്കും മരക്കൊത്തിയെ പോലെ തന്നെയുള്ള ഒരു രൂപഘടനയൊക്കെയാണ് ഈ പക്ഷിക്കുള്ളതെന്ന് കാണാൻ കഴിയും. ഈ മരംകൊത്തിയെ നമ്മള് ഇംഗ്ലീഷിൽ വൂഡ് പെക്കർ എന്നാണ് വിളിക്കുക. വൂഡ് പെക്കർ എന്നാണ് ആ പക്ഷിയുടെ പേര്. ഹുദുഹുദിന്റെ പേര് ഹൂപ്പോ എന്നാണ്. അത് ചെറിയ വ്യത്യാസങ്ങളിലായിട്ടാണ് പലരും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു പക്ഷി, ഇതാണ് അൽ ഹുദുഹുദ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിലെ ചില മുഫസ്സിറുകൾ ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അത് സൈന്യത്തിലെ ഒരു പ്രത്യേക വിഭാഗമായിരുന്നു, അതിൽപ്പെട്ട ഒരാളാണ്, അവര് ചാരപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു സൈനിക വിഭാഗത്തിലെ അംഗമാണ് ഈ ഹുദുഹുദ് എന്നൊക്കെയുള്ള നിലയ്ക്ക് അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് കാണും. അത് മുഅ്ജിസത്തുകളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടും അള്ളാഹു സുലൈമാൻ അലൈഹിസ്സലാമിന് യഥാർത്ഥത്തിൽ നൽകിയിട്ടുണ്ടായിരുന്ന പ്രത്യേകമായ പല നിഅമത്തുകളുടെയും മുഅ്ജിസാത്തുകളുടെയും കാര്യം വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ടൊക്കെയാണ് അവര് അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് പോകുന്നത്. കാരണം അതിനെ തുടർന്നുള്ള സംസാരവും അതിന്റെ മുമ്പുള്ള സംസാരവും ഒന്നും ഇവരുടെ ഈ വ്യാഖ്യാനവുമായിട്ട് ചേർന്ന് വരുന്ന ഒരു കാര്യമല്ല. നേരത്തെ തന്നെ തുടക്കത്തിൽ അള്ളാഹു 3 വിഭാഗം സൈനികരെ നൽകിയ കാര്യം പറഞ്ഞു. ജിന്നുകളിലും ഇൻസുകളിലും ത്വയ്റുകളിലും പെട്ട സൈനികരെ അദ്ദേഹത്തിനായിട്ട് നാം ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നത്. പിന്നെ ഇവിടെ ത്വയ്റിൽപ്പെട്ട ത്വയ്റുകളുടെ വിഭാഗത്തെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഹുദുഹുദിനെ കാണാതിരിക്കുന്നത്. ഹുദുഹുദ് എന്നത് ഒരു പക്ഷിയുടെ പേരാണ്, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. എന്നാൽ പോലും പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ പേരുകൾ പലപ്പോഴും മനുഷ്യർക്കിടാറുണ്ട്. അറബ് സംസ്കാരത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു എന്നതൊക്കെ ഒരു വസ്തുതയാണെങ്കിൽ പോലും ഇവിടെ അൽ ഹുദുഹുദ് എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന കാരണമായിട്ട് അത് ഒരാളുടെ പേരാവാൻ ഒരു സാധ്യതയും ഇല്ല. മാത്രവുമല്ല, അതിനെ തുടർന്ന് സുലൈമാൻ അലൈഹി ഇസ്ലാം പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇങ്ങനെ ഒരിക്കലും ഒരു സൈനികന്റെ കാര്യത്തില് ചാരപ്രവർത്തനം ചെയ്യാൻ ചുമതലയുള്ള ഒരു സൈനിക വിഭാഗത്തിലെ ഒരാളെ കുറിച്ച് അയാളെ ജസ്റ്റ് ഒന്ന് കാണാതായി എന്നതിന്റെ പേരിൽ അയാളെ കഠിനമായി ശിക്ഷിക്കുന്നോ അല്ലെങ്കിൽ അയാളെ അറുത്ത് കളയുന്നൊന്നും ഒരാളും പറയില്ല. സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ പോലെ അള്ളാഹുവിന്റെ പ്രത്യേക ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ദൈവിക ദൂതൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഒരു മനുഷ്യന്റെ കാര്യത്തിൽ, ഒരു സൈനികന്റെ കാര്യത്തിൽ കേവലം അയാളെ കുറച്ചു നേരത്തേക്ക് കാണാതായി എന്നതിന്റെ പേരിൽ അങ്ങനെ പറയില്ല. മറിച്ച് ഇവിടെ സാധ്യതയുള്ളത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഒരു പെറ്റായിട്ട് തന്നെയാണ് ഈ പക്ഷികളും ഒക്കെ തന്നെ സേവനത്തിലുള്ളത്. അപ്പോ അവരോട് ആ വാത്സല്യപൂർവം പറയുന്ന ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ അമ്മമാര് കുട്ടികളോട് അവര് വികൃതി കളിക്കുമ്പോ അവർക്ക് നല്ല പെട വെച്ച് തരും എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പറച്ചിലായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഈ പക്ഷിയെ കാണാതായപ്പോഴ് അണികളില്, സൈനിക അണികളില് ഈ പക്ഷി ഹുദുഹുദിനെ കാണാതിരുന്നപ്പോഴാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം എന്താണ് അവനെ പറ്റിയത്, ഇവനെ കാണാനില്ലല്ലോ, അവൻ അപ്രത്യക്ഷനായോ, ഇവന് എന്റെ സേവനം ഉപേക്ഷിച്ച് ഇവിടുന്ന് തടിയെടുത്ത് കളഞ്ഞു എന്ന നിലക്കുള്ള ഒരു ചോദ്യമാണ്. അതിനെ തുടർന്ന് ബാക്കിയുള്ളവർക്ക് ഒരു താക്കീത് കൂടി ആകുക എന്നുള്ള നിലക്കും കൂടിയാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം ഈ ചീട്ടിറക്കുന്നത്. അങ്ങനെയാണല്ലോ പലപ്പോഴും ഉമ്മമാര് കുട്ടികളെ വികൃതി കളിക്കുമ്പോ വടിയെടുത്തിട്ട് അവരെ പൂശാൻ വേണ്ടി ഇറങ്ങുമ്പോ അവിടെ കണ്ടു നിൽക്കുന്ന കുട്ടികൾക്കും കൂടി ഒരു താക്കീതായിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. നല്ല പിട കിട്ടും, അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കടുപ്പുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും എന്നൊക്കെ പറയുമ്പോ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടൊന്നും അല്ല. പലപ്പോഴും ബാക്കി കുട്ടികൾക്കും കൂടി അങ്ങനെ
വികൃതിയാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി എന്നൊക്കെയുള്ള നിലക്കേ നമുക്ക് അതിനെ കാണാൻ കഴിയും. അപ്പൊ സുലൈമാൻ അലൈഹി ഇസ്ലാം ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവനെ എന്താണ് നല്ല ശിക്ഷ വെച്ചു കൊടുക്കും, നല്ല പിട കൊടുക്കും, അതല്ലെങ്കിൽ അവനെ ഞാൻ അറുത്ത് കളയും. അവനെ കൊണ്ട് വേറൊരു ഉപയോഗവും ഇല്ലല്ലോ. സൈനിക സേവനത്തിനൊന്നും അവന് സന്നദ്ധാവണില്ലെങ്കിൽ പിന്നെ അവനെ ഞാൻ അറുത്ത് കളയും എന്നൊക്കെയുള്ള നിലക്കുള്ള ഒരു സംസാരം. ഔലി ബി സുൽത്താനി മുബീൻ, അതല്ലെങ്കിൽ അവന് ഇവിടെ സമയത്തിന് ഹാജരാവാതിരുന്നതിന് ശരിയായ കാരണം, മതിയായ തികഞ്ഞ കാരണം ബോധിപ്പിക്കണം. ഇതാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം പറഞ്ഞത്. അപ്പോ ആ സംസാരം കഴിഞ്ഞ് ഒട്ടും വൈകിട്ടില്ല. അപ്പൊ മക്കസ ഗൈറ ബഈദ്, വളരെയൊന്നും വൈകിയില്ല. അതിന്റെ മുമ്പ് തന്നെ ഫഖാല, ഈ ഹുദ്ഹുദ് രംഗത്ത് വന്നിട്ട് പറഞ്ഞു, അഹത്തു ബിമാലം തുഹിത് ബിഹി. സുലൈമാൻ അലൈഹി ഇസ്ലാമിനോടാണ് പറയുന്നത്, താങ്കൾക്ക് അറിയാനും മനസ്സിലാക്കാനും പറ്റിയിട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ഞാനത് ശേഖരിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ ഈ പക്ഷി ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ ഈ വാക്ക് അഹത്തു എന്നത് മൊഹീത്ത് എന്നുള്ള വാക്കൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഖുർആനിലെ അഹാത്ത എന്ന വാക്കും മൊഹീത്ത് എന്ന വാക്കൊക്കെ വരുന്നുണ്ട്. അഹാത്ത എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയെ വലയം ചെയ്തു എന്നാണ്. നാലുപാട് നിന്നും ഒരു സംഗതിയെ ഒരാള് വലയം ചെയ്ത് അയാളുടെ കരവലയത്തിൽ ഒരു സംഗതിയെ നിയന്ത്രിച്ചു നിർത്തുമ്പോ അതിനാണ് അഹാത്ത ബിഹി എന്ന പ്രയോഗം കാണും. മൊഹീത്ത് എന്ന് പറഞ്ഞാല് സമുദ്രമാണ്, കടലാണ്. നാലുപാട് നിന്നും അങ്ങ് മൂടിക്കളയുന്ന വിധത്തിലുള്ള, ഏതെങ്കിലും ഒരു ദിശയിലേക്ക് അങ്ങ് കുറച്ചൊന്ന് നീങ്ങിയാൽ അക്കരെ പറ്റും എന്ന് തോന്നുന്ന വിധത്തിലുള്ള അല്ല. അങ്ങനെയുള്ള ജലാശയങ്ങൾക്കല്ല, വലിയ സമുദ്രങ്ങൾക്കും കടലുകൾക്കും ഒക്കെയാണ് മുഹീത്ത് എന്ന് പറയാം. ആകെ മൂടിപ്പൊതിയുന്ന വിധത്തിലുള്ള തിരമാലകൾ ഉള്ള അങ്ങനത്തെ കടല്. അപ്പോ ഇതൊക്കെ ഈ വാക്കുന്നാണ് വരുന്നത്. അപ്പോ താങ്കൾക്ക് അറിയാനും മനസ്സിലാക്കാനും പറ്റിയിട്ടില്ലാത്ത ചില കാര്യങ്ങളെ ഞാൻ എൻകംപാസ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്റെ കമ്പാസിൽ ഞാനത് കൊണ്ടുവന്നിരിക്കുന്നു, എന്റെ റഡാറിനകത്ത് ഞാനത് ഉൾപ്പെടുത്തി കഴിഞ്ഞു. താങ്കൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് അത് അറിയാനും അതേക്കുറിച്ചുള്ള വിവരം ശേഖരിക്കാനും പറ്റിയിട്ടുണ്ട് എന്നാണ് ഈ പക്ഷി ബോധ്യപ്പെടുത്തുന്നത്. വജിഅ്തുക, ഞാൻ താങ്കളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത് മിൻ സബഇൻ, സബഅ് സമൂഹത്തിൽ നിന്നാണ്. ബിനബഇൻ യഖീൻ, ചില ദൃഢബോധ്യം നൽകുന്ന വിവരങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ സംശയമോ സന്ദേഹമോ ഒന്നും അല്ലെങ്കിൽ ഊഹം വെച്ചുകൊണ്ട് എന്തെങ്കിലും പറയുകയല്ല, മറിച്ച് ഞാൻ പോയി കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് ദൃഢബോധ്യം വന്ന ചില അറിവുമായിട്ടാണ് ഞാൻ താങ്കളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. സബഅ് വിഭാഗത്തെ കുറിച്ചാണ് ഞാൻ ഈ വിവരം കളക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ വജിഅ്തുക മിൻ സബഇൻ ബിനബഇ യഖീൻ. സബഅ് എന്നത് നമ്മൾ നേരത്തെ പരാമർശിച്ച ക്വീൻ ഓഫ് ഷീബ എന്ന് ഇംഗ്ലീഷിൽ പറയാറുള്ള സബഇലെ മലിക്കത്തു സബഅ് ഉണ്ട്. സബഅ് രാജ്ഞി ബൽഖീസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. ബൽഖീസിന്റെ ഭരണത്തിലും നിയന്ത്രണത്തിലും ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് സബഅ് എന്ന് പറയുന്നത്. പൗരാണിക കാലത്ത് ക്രിസ്തുവിന് മുമ്പ് 115 വരെ, BC 115 വരെ വലിയ ശക്തിയും പ്രതാപവും ഒക്കെ കാണിച്ചിരുന്ന, ഏകദേശം 1000 വർഷം, BC 1100 മുതൽ BC 115 വരെയുള്ള കാലഘട്ടത്തില് അറബ് ഭൂപ്രദേശത്ത് ഏറ്റവും വലിയ ശക്തി ആർജിച്ചിരുന്ന ഒരു ഭരണ സംവിധാനമൊക്കെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ് സബഅ്. യമനിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ ഹദ്രമൗത്ത്, അബിസീനിയ, ആഫ്രിക്കൻ വൻകരയിലെ അബിസീനിയ പോലെയുള്ള പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു മഹാസാമ്രാജ്യമായിരുന്നു സബഅ് എന്നും അതിന്റെ അധിപതിയായിരുന്നത് ഒരു സ്ത്രീ ബൽഖീസ് എന്ന മലിക്കത്തു സബഅ് ആയിരുന്നു എന്നതും ഒക്കെയാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സമകാലികയായിരുന്ന ഒരു വ്യക്തിയാണ് ഈ സബഇലെ രാജ്ഞി. അപ്പൊ ആ പ്രദേശം സബഅ് അക്കാലത്ത് വാണിജ്യ കാര്യങ്ങളിലും കച്ചവട പരമായ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ മുൻപന്തിയിൽ നിന്നിരുന്ന
ഒരു വലിയ സാമ്രാജ്യമായിരുന്നു. കച്ചവടത്തിലൊക്കെ ഒരുപാട് ഇന്ന് ചൈനയൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്ഥാനമുണ്ട് കച്ചവട മേഖലയിൽ, ട്രേഡ് ആൻഡ് കൊമേഴ്സ് മേഖലയിൽ അവർ നേടിയിട്ടുള്ള മുന്നേറ്റം. അതുപോലെയൊക്കെയുള്ള ഒരു വലിയ മുന്നേറ്റം നേടിയിരുന്ന അറബ് ഭൂപ്രദേശത്തെ പൗരാണിക ക്രിസ്തുവിന് മുമ്പുള്ള കാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്രാജ്യമായിരുന്നു ഈ സഭ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതിന്റെ ഒരറ്റം ആഫ്രിക്കയിലെ അബിസീനിയ, എത്യോപ്യ വരെ നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. അതുപോലെ മറ്റൊരറ്റം ഹദ്രമൗത്തും യമനും ഒക്കെ അടങ്ങുന്ന ഭൂപ്രദേശം. അപ്പോ ഈ പ്രദേശത്തിന്റെ അധിപയായിരുന്ന ഭരണാധികാരിയായിരുന്നു ഈ മലിക്കത്ത് സബ, അല്ലെങ്കിൽ ഷീബ രാജ്ഞി, അതല്ലെങ്കിൽ ബൽഖീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീ. അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലത്താണ് ഈ പക്ഷി ഹുദ്ഹുദ് ഈ നാട്ടിലേക്ക് പറന്നു പോകാനും അവിടെ ചില അവരെ ആ പക്ഷിയുടെ ശ്രദ്ധയിൽ പതിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം സുലൈമാൻ അലൈഹി ഇസ്ലാമുമായി പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ച 3 ആയത്തുകളുടെ വിശദീകരണം, അതിൽ എന്തെങ്കിലുമൊക്കെ കൂടുതൽ വിശദീകരണം ആവശ്യമുള്ളതുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്തുകളുടെ വിശദീകരണത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നാണ് വിചാരിക്കുന്നത്. ധാരാളം ചോദ്യങ്ങൾ വന്ന് കിടപ്പുണ്ട്, ആ ചോദ്യങ്ങളിലേക്ക് തിരിയാണ്. അതില് ഒരുപാട് വൈകുമ്പോ പിന്നെ അതിന്റെ കണക്ഷൻ മനസ്സിലാകാതെ പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. കാരണം അത് ആളുകളുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളാണല്ലോ. അതുകൊണ്ട് അതിനോട് ഒരു പ്രതികരണം നൽകൽ ആവശ്യമാണ്. അപ്പൊ ഇവിടെ ചിന്മയ തന്നെ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യമാണ്, പാരത്രിക ജീവിതത്തിൽ വിശ്വസിക്കാത്തവർ ആൻസറബിലിറ്റി ഇല്ലാത്തവരാണ് എന്നത് ശരിയായ വാദമാണോ എന്നതാണ് ചോദ്യം. ഭയത്തിൽ നിന്നാണോ സാമൂഹ്യ ഉത്തരവാദിത്വം വരേണ്ടത്, അതോ സാമാന്യബോധത്തിൽ നിന്നാണോ? ലോകത്ത് സാമൂഹിക നന്മക്കായി പ്രവർത്തിക്കുന്നവരിൽ ഇസ്ലാം മതവിശ്വാസികളെയാണോ കാണുന്നത്, അതോ അക്രമങ്ങളുടെ പേരിലാണോ അവർ കുപ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത് എന്നതാണ് ചോദ്യം. അപ്പോ ഇതില് ഒന്നാമത്തെ 2 ചോദ്യങ്ങളാണല്ലോ ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്നാമത്തേത്, പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് ആൻസറബിലിറ്റി ഉണ്ടാവുകയില്ല എന്നത് ശരിയായ വാദമാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതില് അപവാദങ്ങൾ ഉണ്ടാകും. ഉത്തരവാദിത്വ ബോധം കാണിക്കുന്ന അവര് തന്നെ ഉണ്ടാകും പാരത്രിക ലോകത്ത് വിശ്വാസമില്ലാത്ത, പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ കൂട്ടത്തില്. അത് ഒറ്റപ്പെട്ടതാവാനാണ് എപ്പോഴും സാധ്യതയുള്ളത്. അത് പൊതുവായിട്ട് ഒരു സമൂഹത്തിന്റെ ഒരു കാര്യമായിട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. ഇനി മാത്രവുമല്ല, ഈ ഉത്തരവാദിത്വ ബോധം കാണിക്കുന്ന ആളുകൾക്ക് തന്നെ വേറെ ചില താല്പര്യങ്ങളൊക്കെയും ഉണ്ടാകും. ആ താല്പര്യങ്ങള് വർക്ക് ചെയ്യാത്ത സമയത്ത് അവർ ആ ഉത്തരവാദിത്വ ബോധം കാണിച്ചോളണം എന്നില്ല. ഉദാഹരണത്തിന് അവര് എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ വല്ല ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള സംരംഭങ്ങളൊക്കെ നടത്തുന്നതിന്റെ പേരിലൊക്കെ ഖ്യാതി നേടാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അതുപോലെ അതിലൂടെ രാഷ്ട്രീയമായ ഉയർച്ച ആഗ്രഹിക്കുന്നവരുണ്ടാവും. ചരിത്രത്തില് അവിസ്മരണീയമായിട്ടുള്ള ഒരു ഇടം നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ട ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള സാധ്യതകൾ ഇല്ലാണ്ടാവുമ്പോൾ അവർക്ക് അതിൽ താല്പര്യം താനേ ഇല്ലാണ്ടാവുകയും അവർ വിമുഖത ഉള്ളവരായി മാറുകയൊക്കെ ചെയ്യും. മനുഷ്യന്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ വേണം. മോട്ടിവേഷൻ ചിലപ്പോ പ്രസിദ്ധിയാവാം, സ്ഥാനമാവാം, പദവിയാകാം, രാഷ്ട്രീയ മുന്നേറ്റമാവാം, ചരിത്രത്തിലെ അവിസ്മരണീയമായ വിധത്തിലെ ഒരു സ്ഥാനം ഒക്കെ ആവാം. ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന മോട്ടിവേഷനാണ് പാരത്രിക ജീവിത വിജയം എന്നതാണ് വസ്തുത. ഇത്തരം മോട്ടിവേഷൻസ് ഒക്കെ കുറഞ്ഞ ആളുകൾക്കൊക്കെ ഫലപ്രദമായി എന്ന് വരും. അത് വർക്ക് ചെയ്യാത്ത ഘട്ടങ്ങളിൽ അവര് അതില് ഫ്ലാഗ്ഡ് ആവും. അതില് ആ മോട്ടിവേഷൻ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഉത്തരവാദിത്തം കാണിക്കാതെ ആവുന്ന ഘട്ടങ്ങൾ ഉണ്ടാവും. അതിന് ഒരുപാട് പരിമിതിയും ഉണ്ടാവും. എന്നാൽ പാരത്രിക ജീവിതം എന്നത് വളരെ അനിവാര്യമായും സംഭവിക്കാനുള്ള കാര്യമാണ്. തന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള റിവാർഡും പണിഷ്മെന്റും ഉണ്ടാവും എന്ന ഒരു ബോധ്യം ഉള്ള ഒരു സംഗതിയാണെങ്കിൽ ഒരു സമൂഹത്തിനെ മൊത്തത്തിൽ ചലിപ്പിക്കാൻ അത് കൊണ്ട് സാധിക്കും.
അത് നമുക്കൊക്കെ നിത്യജീവിതത്തില് എപ്പോഴും പരിചയമുള്ള, എപ്പോഴും കാണുന്ന ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ അതിലെടുത്ത് കാണിച്ചു തരാൻ പറ്റും. നിങ്ങളൊരു പക്ഷെ അങ്ങനെ പാരത്രിക ജീവിതത്തിൽ വിശ്വാസമുള്ള ആളുകളുടെ കൂടെയോ അവരുമായിട്ട് ഇടപഴകിയോ ആയിരിക്കുകയില്ല ജീവിക്കുന്നുണ്ടാവുക. അങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ കാര്യത്തില് ഇതിലൊരു സംശയവും ഉണ്ടാവില്ല. പാരത്രിക ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകള് അവര് അത്രയും വലിയ ഉത്തരവാദിത്വ ബോധം കാണിക്കുന്നവരായിരിക്കും. അതിനുവേണ്ടി വലിയ ത്യാഗങ്ങൾക്ക് സന്നദ്ധാവുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ വളരെ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ തന്നെ കാണാൻ സാധിക്കും. മറിച്ച് അപൂർവമായിട്ട് മാത്രമേ, ഒറ്റപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ മാത്രമേ വേറെ ചില മോട്ടിവേഷൻ കൊണ്ട് പ്രേരിതരായിട്ട് സുഹൃതവാന്മാരായി മാറുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ലോകത്ത് സാമൂഹിക നന്മക്കായി പ്രവർത്തിക്കുന്നവരിൽ ഇസ്ലാം മതവിശ്വാസികളാണോ കാണുന്നത് എന്നതാണ്. ലോകത്ത് വലിയ ബിൽ ആൻഡ് മെലിൻഡ ഫൗണ്ടേഷൻ, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്. ലോകത്ത് ഒരുപാട് ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഒത്തിരി ചാരിറ്റി ഓർഗനൈസേഷൻസ്. അവ പരിശോധിച്ചാൽ നമുക്ക് അതിന്റെ വസ്തുതകൾ നമുക്ക് വെളിപ്പെട്ട് കാണും. എന്താന്ന് പറഞ്ഞാല് ലോകരാഷ്ട്രങ്ങളില് ഏത് സംരംഭകരുടെയും സംരംഭങ്ങള് അത് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന കമ്പനികൾ, കോർപ്പറേറ്റുകളൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന ബൈൻഡിങ് ആയിട്ടുള്ള ഒരു നിബന്ധന രാജ്യങ്ങൾ വെച്ചിട്ടുള്ളത് കാണാൻ കഴിയും. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരു കമ്പനി നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എവിടെ കാണിച്ചു എന്നത് അക്കൗണ്ട് ചെയ്ത് ഗവൺമെന്റിന് മുന്നിൽ കാണിക്കേണ്ടി വരും. അങ്ങനെ കാണിക്കാതെ ഒരു കമ്പനിക്കും പ്രവർത്തിക്കാൻ സാധ്യമല്ല. ഇപ്പൊ ഒരു സ്റ്റീൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്, കോടികളുടെ ഉൽപാദനം നടക്കുന്നുണ്ട്, കോടികൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്, കോടികൾ ലാഭം കൊയ്യുന്നുണ്ട്. അതിന്റെ ഒരു നിശ്ചിത വിഹിതം സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കായിട്ട് നീക്കി വെക്കണം എന്നത് സർക്കാർ നിബന്ധനയാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യത്തിന് വേണ്ടി അവര് ചെയ്യുന്നത് അത്തരം മേഖലകളിലുള്ളവർക്ക് പണം കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് അവർ ചെയ്യുന്നത് അവര് തന്നെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് അതങ്ങ് ലോഞ്ച് ചെയ്യണം. എന്നാൽ പിന്നെ അത് അവർക്ക് വേറെ പല സ്വാധീനങ്ങളും വേറെ പല നേട്ടങ്ങളും ഉണ്ടാക്കി കൊടുക്കും എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇപ്പൊ ബിൽ ഗേറ്റ്സ് എന്നുള്ളത് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ലോകത്ത് അദ്ദേഹത്തിന്റെ പേരിന് എത്ര വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് അറിയാം. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്നുകൊണ്ട് ഉള്ള ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ എന്നുള്ള സ്ഥാപനം, ആ ചാരിറ്റി ഓർഗനൈസേഷൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുപോലെ മൂന്നാം ലോക രാജ്യങ്ങളിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പല പ്രദേശങ്ങളിലും വലിയ പല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ വേറെ പല അജണ്ടകളും ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അജണ്ടകളൊന്നും നമ്മളിപ്പോ തൽക്കാലം കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് തന്നെ അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും, നിയമപരമായ അനിവാര്യത കാരണമായിട്ടാണ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ വേണ്ടി ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഇത്തരം കോർപ്പറേറ്റ്സുകൾക്കും സംവിധാനങ്ങൾക്കും ഒക്കെ അത് സാധിക്കുന്നത് എന്നതാണ്, അല്ലെങ്കിൽ അവരതിന് നിർബന്ധിതരാകുന്നത് എന്നതാണ് വസ്തുത. അപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നത് ജന്മപരമായ അല്ലെങ്കിൽ ഒരാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം എന്നുള്ള നിലക്ക് നിർവഹിക്കപ്പെടുന്ന സംഗതികള് അപൂർവമായിട്ട് ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു താനും, കാരണം അവരും വിശ്വാസികളാണല്ലോ, പാരത്രിക ജീവിതത്തിൽ വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ് അവരും. അതുകൊണ്ട് അത്തരം ക്രൈസ്തവ സമൂഹത്തിൽ അങ്ങനെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ പടിഞ്ഞാറൻ നാടുകളിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് ഇത്തരം ഈ ഫിലാന്ത്രോപ്പിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഏജൻസീസിന് ഇങ്ങനത്തെ കോർപ്പറേറ്റുകളിലേക്ക് ഒരു വാല് നീണ്ടു പോകുന്നതും, ആ കോർപ്പറേറ്റുകള് ഒരു ഭാഗത്ത് വളരെ ദ്രോഹകരമായ പല സംഗതികളും ചെയ്യുമ്പോൾ മറുഭാഗത്ത് അവര് ഭയങ്കര ഫിലാന്ത്രോപ്പിയുടെ ആളുകളായിട്ട് രംഗത്ത് വരുന്നതും കാണാൻ സാധിക്കും. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കൂട്ടുകച്ചവടമാണത് എന്നത് ആ മേഖലയിൽ അറിവുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ അത് ബോധ്യപ്പെടും. അതുകൊണ്ട് ഈ ചാരിറ്റി പ്രവർത്തനത്തിന്റെയും സേവന രംഗത്ത് അവർ കാണിക്കുന്ന മികവിന്റെയും കാര്യം പറഞ്ഞിട്ട് യഥാർത്ഥത്തില് മുസ്ലിം ലോകത്തിനെ നിങ്ങൾ ഇകഴ്ത്തി കാണണ്ട. കാരണം മുസ്ലിം ലോകത്തിന്റെ
വളരെ സ്വാഭാവികമായിട്ടുള്ള പരസ്പര സഹായ സംവിധാനം എന്ന സക്കാത്ത് സദഖ പോലെയുള്ള സംവിധാനം, അത് എന്തുമാത്രം വലിയ സാമൂഹ്യ സുരക്ഷിതത്വമാണ് സമൂഹത്തിലെ അശരണർക്കും ദുർബലർക്കും നൽകുന്നത് എന്നത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ രണ്ട് ഇടങ്ങളിലും വേറെ വേറെ ഒന്ന് പോയി താമസിച്ച് ജീവിച്ച് ശീലിക്കണം. എന്ത് സുരക്ഷിതത്വമാണ് ആഫ്രിക്കൻ നാടുകളിലെ സാധാരണ മനുഷ്യർക്ക് ബിൽഗേറ്റ്സിന്റെ ഒക്കെ പോലെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നത്? ഇതേ കൂട്ടരാണ് ആ പ്രദേശങ്ങളിൽ നേരത്തെ വന്ന് ചൂഷണം ചെയ്ത് അവരുടെ പ്രകൃതി വിഭവങ്ങളെ മുഴുവൻ അടിച്ചു മാറ്റി കൊണ്ടുപോയത്. ഇതേ കൂട്ടരാണ് ഫലസ്തീനിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും വലിയ യുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയതും അവിടെയൊക്കെ അവിടുത്തെ സാമൂഹ്യ ജീവിത സാഹചര്യങ്ങളെ തകർത്ത് കളഞ്ഞിട്ടുള്ളതും. എന്നിട്ട് അവരുടെ മറ്റൊരു മുഖമാണ് ഈ ചാരിറ്റി ഫൗണ്ടേഷൻ വഴി അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ഇതിനെയാണോ നിങ്ങൾ സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന നിലക്ക് പറയുന്നത്? എന്നാല് അറബ് മുസ്ലിം സമൂഹങ്ങളില് ഇസ്ലാമിക വിശ്വാസം നിലനിർത്തുന്ന പ്രദേശങ്ങളെ ഒന്ന് നിങ്ങൾ പോയിട്ട് പരിശോധിച്ച് നോക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് എന്തുമാത്രം സാമൂഹ്യ സുരക്ഷിതത്വം, ഒരു മേൽവിലാസവും ഇല്ലാതെയും ഒരു പ്രകടമായ സംവിധാനങ്ങളില്ലാതെയും പ്രവർത്തനക്ഷമമാണ് എന്നത് നിങ്ങൾ നിരീക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ഞാൻ താമസിക്കുന്ന പ്രദേശങ്ങളിൽ പോലും ആളുകൾ, പ്രത്യേകിച്ച് അമുസ്ലിം താമസക്കാര് കൂടുതലുള്ളവര് പലപ്പോഴും അവിടെ കുറച്ച് മുസ്ലിം ആളുകൾ വന്ന് താമസിച്ചിരുന്നെങ്കിൽ എന്ന് എന്നോട് ആഗ്രഹം പ്രകടിപ്പിച്ചത് എനിക്കറിയാം. കാരണം അവര് അതുകൊണ്ടുണ്ടാകുന്ന സാമൂഹ്യ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരത് പറയുന്നത്. നിങ്ങൾ വരുമ്പോ അവിടെ സമൂഹത്തെ ആ പ്രദേശത്തിന് വലിയ മാറ്റം ഉണ്ടാകും. ആ മാറ്റത്തിന്റെ പല കാരണം അവര് പണം ചെലവഴിക്കാൻ ഒരു സാമൂഹ്യ ഉത്തരവാദിത്തം എന്നുള്ള നിലക്ക് മതപരമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന് സന്നദ്ധരാകുന്നവരാണ് എന്നതാണ് അതിന് കാരണം എന്നതാണ് വസ്തുത. അപ്പോ ഇവര് കുപ്രസിദ്ധിയുടെ പേരിലാണോ അതോ അക്രമങ്ങളുടെ പേരിലാണോ അവര് കുപ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം ഇദ്ദേഹം ഉന്നയിക്കുന്നത് മുസ്ലിങ്ങളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും പടിഞ്ഞാറൻ നാടുകള് അങ്ങനെ തന്നെ ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും കുപ്രസിദ്ധിയുടെ ആളുകളാക്കി, ഭീകരതയുടെ ആളുകളാക്കി, അതുപോലെ നമ്മുടെ രാജ്യത്ത് പോലും വളരെ ആസൂത്രിതമായിട്ട് നമ്മുടെ രാജ്യത്തും അതുപോലെ ലോകാടിസ്ഥാനത്തിലും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അതിന്റെയൊക്കെ വസ്തുതകള് വൈകാതെ തന്നെ വെളിപ്പെടാറുമുണ്ട്. അതുകൊണ്ട് അത് ചിലർ ആസൂത്രിതമായിട്ട് ചെയ്യുന്ന മുസ്ലിം സമൂഹത്തിന് അങ്ങനെ കരുതേച്ച് കാണിക്കാൻ വേണ്ടിയുള്ള വളരെ കുൽസിതമായ അങ്ങനെയുള്ള ഒരു താല്പര്യത്തോടു കൂടി തന്നെ അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങൾ നടത്തിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആണ് കൂടുതലും എന്നതാണ് വസ്തുത. അതിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുമ്പോഴാണ് നമുക്ക് ആ വസ്തുതകൾ കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാത്ത നിലക്ക് സ്വാഭാവികമായ വിധത്തിൽ ഏത് സമൂഹത്തിലും ഉണ്ടാവാനിടയുള്ള പോലെയുള്ള പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ മുസ്ലിം സമൂഹത്തിൽ കുറച്ചൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു നിയന്ത്രണം ഇസ്ലാമിക ആദർശ അടിത്തറയിലുള്ള ഒരു സാമൂഹ്യ ഘടനയോ ഒരു ഭരണ സംവിധാനമോ ഒന്നും ഇല്ലാത്ത പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും അതിന് സാധ്യതയുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, മുസ്ലിം പോപ്പുലേഷൻ ആണ് എന്നതുകൊണ്ട് മാത്രം ഒരു സമൂഹം സ്വയം സമ്പൂർണമായ വിധത്തിൽ നിയന്ത്രിക്കപ്പെട്ടോളുന്നില്ല. അതിനൊരു ഭരണ സംവിധാനവും ഒരു നിയമവ്യവസ്ഥയും അതുപോലെ ഒരു ധർമ്മവ്യവസ്ഥയൊക്കെ ഉണ്ടാവുമ്പോഴേ അത് ഫലപ്രാപ്തി ഉള്ളതായി മാറുകയുള്ളൂ എന്നതാണ് വസ്തുത. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.